നല്ല സ്വാദിഷ്ടമായ ഉപ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ഉപ്മാവിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ്. എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ? ചിക്കൻ ഉപ്മാവിലേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആശീർവാദിന്റെ വറുത്ത റവ തന്നെയാണ്. പക്ഷെ വറുത്ത റവയാണെങ്കിൽ കൂടി ഒന്നുകൂടെ ഒന്ന് വറുത്തെടുത്താലാണ് നമുക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആയി കിട്ടുള്ളൂ ഉപ്മാവ്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് അളവില് റവയാണ്. പിന്നെ ഒരു വലിയ ഉള്ളി, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിന് കുറച്ച് എരിവുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഒരു വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ അളവിൽ ഇഞ്ചി, പിന്നെ 2 തണ്ട് കറിവേപ്പില, 2 ക്യാരറ്റ്, ബീൻസ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് അളവില് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1/2 കപ്പ് അളവില് ഞാൻ ചിക്കൻ ക്യൂബ്സ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ്. ഇതാണ് നമ്മൾ ഉപ്മാവിലേക്ക് ഇടുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ റവ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. റവ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് മതി. നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റും കൂടെ എടുക്കാം. ഇനി നമുക്ക് ഉപ്മാവിലേക്ക് വേണ്ട സൈഡ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കപ്പലണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂ, കിസ്മിസ്. അപ്പൊ നമുക്ക് പാൻ അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ കപ്പലണ്ടിയും കിസ്മിസും കാഷ്യൂം എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പൊട്ടാണ്ട് കിടന്ന കടുകുകളൊക്കെ വീണ്ടും ഒന്ന് പൊട്ടുന്നുണ്ട്. ഇതൊന്ന് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉള്ളിയും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഉള്ളി, ക്യാരറ്റ്, ബീൻസ് എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചത് ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് ഞാനൊരു പിഞ്ച് അളവിൽ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. എൻ്റെ അടുത്ത് അരിഞ്ഞത് ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ ഇട്ട് കൊടുത്തതാണ്. ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഉള്ളിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോ 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് അളവിലാണ് ഞാനിപ്പോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ലൂസായിട്ടുള്ള ഉപ്മാവാണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. അപ്പൊ എനിക്ക് അത്രയ്ക്ക് വേണ്ടാത്ത ആരോട് ഞാൻ 1.25 എടുത്തിട്ടുള്ളൂ. ഈ വെള്ളത്തിലോട്ട് നമ്മൾ തിളക്കുന്നേക്കാളും മുന്നായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് 1/2 സ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം.
ഒന്ന് ഇളക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞ മീഡിയം ഫ്ലെയിമിലിടുന്നത്. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് 1 സ്പൂൺ അളവിൽ നെയ്യാണ്. ഇത് ഓപ്ഷണലാണ്. എനിക്കും എൻ്റെ ഹസ്ബൻഡും ഇഷ്ടമായതുകൊണ്ട് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നതാണ്. നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. ഇതാ നല്ല സ്വാദിഷ്ടമായ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിതാ ഉപ്മാവ് ഒരു 7 ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇട്ട് ആ നെയ്യിന്റെ ടേസ്റ്റ് ഒക്കെ നന്നായി അറിയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ നെയ്യ് എന്തായാലും മസ്റ്റായിട്ട് ചേർക്കണമെന്നേ ഞാൻ പറയുള്ളൂ. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.